ചേച്ചിയുടെ പുസ്തകത്തിൽ പറഞ്ഞ പോലെ കേരളത്തിലെ ഒരു വലിയ കോളനികളിൽ അല്ലെങ്കിൽ ചേരികളിലൊന്നാണ് ചെങ്കൽച്ചോള. പക്ഷെ കേരളത്തിലെ തന്നെ വലിയ യൂണിവേഴ്സിറ്റികളിലൊന്നാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. അതിലിപ്പോൾ MA-ക്കാണ് ചേച്ചിയുടെ പുസ്തകം. ബിരുദാനന്തര ബിരുദ പഠനത്തിനാണ് ചേച്ചിയുടെ പുസ്തകം എടുക്കുന്നത്. ചേച്ചി ഇത് മുന്നേ അറിഞ്ഞിരുന്ന? ഇല്ലില്ല, ഞാൻ മുന്നേ ഇത് ഇങ്ങനെയൊന്നും അറിഞ്ഞിട്ടില്ല. എനിക്കൊരു 6 മാസം മുമ്പ് ഒരു പേപ്പർ ഇങ്ങനെ ഞാൻ വിജില അയച്ചു തന്നിരുന്നു. ചേച്ചി ഇങ്ങനെ നമ്മുടെ പുസ്തകം ഇങ്ങനെ കണ്ണൂർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റികളിൽ ഇങ്ങനെ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് അത്ര വലിയ സംഭവമൊന്നും ഞാൻ അറിയണില്ല. ഞാൻ ആ സന്തോഷം എന്ന് പറഞ്ഞു. പക്ഷേ പിന്നെ ന്യൂസൊക്കെ വന്ന ശേഷമാണ് അത് ഇത്രയും വലിയൊരു പുസ്തകം അല്ല വലിയൊരു കോളേജിൽ ആ പുസ്തകം വായിച്ചാൽ നിങ്ങൾക്ക് അറിയാം, അതിനകത്ത് മലയാള അക്ഷരം എന്ന് പറഞ്ഞാൽ ഒരു സാഹിത്യമില്ല. അപ്പോൾ ഒരു സാധാരണ ആളുടെ ഒരു എഴുത്തൊക്കെ അവരെടുക്കണം, പഠിപ്പിക്കണം എന്നൊക്കെ പറയുന്നത് വലിയ രാഷ്ട്രീയമാണല്ലോ ചേച്ചി, പ്രദേശത്തിന്റെ രാഷ്ട്രീയമാണ്. ചേച്ചി നേരത്തെ പറഞ്ഞു ചേച്ചി ജീവിതത്തിന് വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. രാവിലെ ഇതേപോലെ ഹരിതകർമ്മസേനയുടെ ഭാഗമായിട്ട് മാലിന്യങ്ങൾ ശേഖരിക്കാൻ പോണു, കവറുകൾ എടുക്കാൻ പോണു. പക്ഷെ എന്നാ പോലും ചേച്ചിനെ ഇപ്പൊ ഈ പുസ്തകം ഇറങ്ങി ഇത്രയും ഇപ്പോൾ ന്യൂസ് ചാനലുകളിൽ വന്നു, ഇപ്പോൾ പഠന വിഷയമാകുന്നു. അപ്പൊ ചേച്ചിക്ക് കുറച്ചും കൂടി സ്വീകാര്യത ആളുകളൊക്കെ തിരിച്ചറിഞ്ഞു തുടങ്ങിയ പിന്നെ ഒരുപാട് പേർക്ക് തിരിച്ചറിയാൻ തന്നെ ഇപ്പോൾ ഒരുപാട് പേർക്ക് നല്ല സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാം അറിയാം. പക്ഷെ എനിക്ക് സന്തോഷമുണ്ട് അതിലൊക്കെ. എനിക്ക് അതിലൊന്നും ഒരു എന്താ പറയുക, നമുക്ക് നമ്മളെ ഒരു ജീവിതം ഉണ്ടല്ലോ, ഓരോ ദിവസം ജീവിതത്തെ അങ്ങും കൂട്ടിമുട്ടിക്കാൻ ഓടുന്നവരാണ്. പക്ഷെ ഒരു പ്രതീക്ഷയായില്ല ഇപ്പൊ ഓരോ ദിവസത്തിന് മുന്നോട്ട് പോകുമ്പോ നല്ലൊരു പ്രതീക്ഷ. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ജീവിതത്തിലെല്ലാം വന്ന് സംഭവിക്കുന്നത് യാദൃച്ഛികമായിട്ടാണ്. ഈ പുസ്തകം വരെ ഇപ്പോൾ ഇങ്ങനെ കണ്ണൂർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ പുസ്തകം എടുക്കുന്നു, അല്ല നിങ്ങളെയൊക്കെ വന്ന് കാണുന്നു, നിങ്ങളൊക്കെ വന്ന് തിരക്കുന്നു, നമ്മുടെ അന്വേഷണങ്ങൾ അറിയാൻ വരികയും തിരക്കുകയും ചെയ്തൊക്കെ തന്നെയാണ് എൻ്റെ വലിയ സന്തോഷങ്ങളൊക്കെ. ഇതൊക്കെ തന്നെയാണ്.